140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ഇ.പി. ജയരാജൻ. ദിവ്യ എസ് അയ്യരെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അദാനിക്ക് വേണ്ടിയെന്ന് AK ബാലൻ. വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. യുവാക്കളെ ചോദ്യം ചെയ്യുന്നു. സംഭവം പാലക്കാട്. റിയാദിൽ പെട്രോൾ ടാങ്കിന് തീപിടിച്ചു. സിവിൽ ഡിഫൻസിന്റെ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. തന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകി കണ്ഠര് രാജീവര്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇ.പി. ജയരാജൻ. ഡൽഹിയിൽ ഇന്ന് ആരംഭിച്ച CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ.പി. ജയരാജൻ. ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിൽ തന്നെ തുടരുകയാണ് ഇ.പി. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പങ്കെടുക്കാൻ സാധിക്കില്ലെന്നാണ് ഇ.പി. കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. ആയുർവേദ ചികിത്സ ചൂണ്ടിക്കാട്ടി അവധിക്ക് അപേക്ഷിച്ചതായും സൂചനയുണ്ട്. നിലവിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് CPM-ലെ അഭിപ്രായ ഭിന്നത മൂലമാണ് ഇ.പി. ജയരാജൻ യോഗത്തിൽ പങ്കെടുക്കാത്തതെന്ന അഭ്യൂഹം ശക്തമാണ്. ദിവ്യ എസ് അയ്യരെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അദാനിക്ക് വേണ്ടിയെന്ന് AK ബാലൻ. ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ദുരൂഹതയുണ്ടെന്ന് മുതിർന്ന CPM നേതാവ് AK ബാലൻ. ദിവ്യയെ മാറ്റിയത് അദാനിക്ക് വേണ്ടിയാണ്. VD സതീശന്റെ ബംഗളൂരു യാത്ര ഇതുമായി കൂട്ടി വായിക്കണമെന്നും AK ബാലൻ പറഞ്ഞു. അതേസമയം വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ CPM-ൽ രണ്ടഭിപ്രായം ഇല്ലെന്നും വിഴിഞ്ഞം വിഷയത്തിൽ ഇ.പി. ജയരാജൻ പറഞ്ഞത് എന്താണെന്ന് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KK ശൈലജയും PK ശ്രീമതിയും പാർട്ടി വിരുദ്ധമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തും. പിണറായിക്കെതിരെ ഒരു പടയൊരുക്കവും പാർട്ടിയിൽ ഇല്ലെന്നും അഥവാ ഉണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും AK ബാലൻ വ്യക്തമാക്കി. വയോധികയെ കൊന്ന് കുഴിച്ചുമൂടിയതായി സംശയം. യുവാക്കളെ ചോദ്യം ചെയ്യുന്നു. സംഭവം പാലക്കാട്. പാലക്കാട് വയോധികയെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചുമൂടിയതായി സംശയം. കൊഴിഞ്ഞാമ്പാറ ആട്ടയാമ്പതി സ്വദേശിനിയായ സരസാൾ ആണ് കൊല്ലപ്പെട്ടത്. ജൂൺ 10 മുതൽ സരസാളിനെ കാണാതായതിനെ തുടർന്ന് മകൾ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രദേശത്തെ ചില യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കസ്റ്റഡിയിലെടുത്തവരിൽ പ്രായപൂർത്തിയാകാത്ത ആളുമുണ്ട്. ചോദ്യം ചെയ്യലിനിടെ വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ശുചിമുറിയിലെ ഡ്രമ്മിലിട്ട് കത്തിക്കുകയും പകുതി കത്തിയ നിലയിൽ ചാക്കിൽ കെട്ടി കുഴിച്ചുമൂടിയതായും പ്രതികൾ സമ്മതിച്ചതായി സൂചനയുണ്ട്. സംഭവ സ്ഥലത്തെ പോലീസ് പരിശോധന തുടരുകയാണ്. റിയാദിലെ സുലൈമാനിയ ഡിസ്ട്രിക്റ്റിൽ പെട്രോൾ ടാങ്കിന് തീപിടിച്ചു. വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെ സമയോചിത ഇടപെടലിൽ ഒഴിവായത് വലിയൊരു ദുരന്തമാണ്. ടാങ്കറിന്റെ മുൻഭാഗത്ത് നിന്നാണ് തീ പടർന്നത്. അഗ്നിബാധയെ തുടർന്ന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ചില വാഹനങ്ങൾക്കും അടുത്തുള്ള വാണിജ്യ സമുച്ചയത്തിന്റെ മുൻഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതെ തടയാൻ സിവിൽ ഡിഫൻസ് സംഘത്തിന് സാധിച്ചു. അപകടത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ വ്യക്തമാക്കി. തന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകി കണ്ഠര് രാജീവര്. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമല തന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കണ്ഠര് രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകി. പകരം മകൻ ബ്രഹ്മദത്തിന് തന്ത്രിസ്ഥാനം നൽകണമെന്നും ആവശ്യപ്പെട്ടു. അനാരോഗ്യം മൂലം തന്ത്രിസ്ഥാനത്ത് നിന്ന് ചടങ്ങുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് കത്തിൽ പറയുന്നത്. ഇക്കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം തീരുമാനിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. ഊഴമനുസരിച്ച് ഈ സീസണിലെ തന്ത്രിയായി എത്തേണ്ടത് കണ്ഠര് രാജീവരാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായതിനു പിന്നാലെയാണ് തന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ബോർഡിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്.